എറണാകുളം ജില്ലാ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC ജില്ലാ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്തത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പെരുമ്പാവൂരിൽ നടന്ന പരിപാടിയിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലാ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് INTUC പ്രതിനിധി സമ്മേളനം പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ലോകം കണ്ട ഏറ്റവും വിപ്ലവകരമായ ഈ തൊഴിൽദായക പദ്ധതി നടപ്പിൽ വരുത്തിയത്. എന്നാൽ ഇന്ന് ഈ പദ്ധതിയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തു വരുന്നത് എന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിനിധി സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി ഗവൺമെന്റിന് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ ഒരു താല്പര്യവുമില്ല. ഈ പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു. BJP ഗവൺമെന്റിന് ഈ പദ്ധതിയിൽ ഒരു താല്പര്യവുമില്ല. കാരണം ഇത് കൊണ്ടുവന്നത് UPA ഗവൺമെന്റ് ആയിരുന്നു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയം മൂലം തൊഴിൽ ദിനങ്ങൾ കുറയുന്നു. ശരിയായ സമയത്ത് പണം കിട്ടുന്നില്ല. പദ്ധതി ദുർബലപ്പെടുന്നു. അതിന് സഹായകമായ നിലപാട് കേരളത്തിലെ ഇടതുമുന്നണിയും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ 100 ദിവസം ജോലി നൽകേണ്ട പദ്ധതിയാണ്. 100 days ഗ്യാരണ്ടിയാണ്. 100 ദിവസം കൊടുത്തിരിക്കണം. മസ്റ്റർ റോളുകൾ പരിശോധിച്ച ശേഷം 100 ദിവസവും ജോലി കൊടുക്കണമെന്നുള്ള നിർബന്ധമുണ്ടായിട്ടും കേരളത്തിൽ ദേശീയ തലത്തിൽ 47 ദിവസവും കേരളത്തിൽ 59 ദിവസവും മാത്രമാണ് ഇന്ന് ജോലി ചെയ്യുന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് KK ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. എൽദോസ് കുന്നപ്പള്ളി MLA, നേതാക്കളായ ജോയ് പൂണേലി, PK മുഹമ്മദ് കുഞ്ഞ്, NM സലീം, ഏലിയാസ് കാരിപ്ര, ശ്രീബ സാമുവേൽ, ബിന്ദു ഗോപാലകൃഷ്ണൻ, TK രമേശൻ, റഷീദ് കാച്ചാങ്കുഴി, തറുവായിക്കുട്ടി, PP ഔറാച്ചൻ, ഏലിയാസ് മൂവാറ്റുപുഴ, PP എൽദോസ്, VE റഹീം, ജീമോൻ കയ്യാല, PG മഹേഷ്, സൈബ താജുദ്ദീൻ, ഷൈജ ബെന്നി, ചന്ദ്രലേഖ ശശിധരൻ, സിദ്ദിഖ് പുളിയാമ്പിള്ളി, സുകുമാരൻ, ഹമീദ്, MI ദേവസിക്കുട്ടി, സജി പടയാട്ടി, VH മുഹമ്മദ്, ദീപ്തി, മേരി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസവേതനം 700 രൂപയാക്കുക, 200 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ESI ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് പ്രതിനിധി സമ്മേളനം അംഗീകരിച്ച പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.